അതിന് പൂർണ്ണമായ സുഖമായി. ഓക്കെ, സാർ വലിയ സന്തോഷം. താങ്ക് യു സാർ. കൺഗ്രാജുലേഷൻ. EFTയിലെ മൂവി ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ പൂർണ്ണമായും വേദനകൾ മാറി എന്നാണ് അറിയിച്ചത്. ഒരുപാട് ആൾക്ക് വലിയ റിസൾട്ട് കിട്ടുന്ന ടെക്നിക്കാണ് EFTയിൽ മൂവി ടെക്നിക്. പഠിച്ചവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പഠിക്കാത്തവർ അതിനെക്കുറിച്ച് അറിയാൻ കോഴ്സിൽ വരാനും പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. യെസ്, ഗുഡ് മോർണിംഗ് പ്രഫീക് സാർ. ഗുഡ് മോർണിംഗ് ആയിഷത്ത. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ. എനിക്ക് EFT വന്നതോടുകൂടി എൻ്റെ ചെറിയ ചിന്തകളൊക്കെ എൻ്റെ ശത്രുക്കളായിരുന്നു അല്ലേ. അപ്പൊ എൻ്റെ ആ ശത്രുക്കളൊക്കെ മാറിയിട്ട് ഇപ്പൊ എൻ്റെ ചിന്തകളൊക്കെ പോസിറ്റീവായി എൻ്റെ മിത്രമായി മാറി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ എനിക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കണം എന്നുള്ളത് ശരിക്കും ആത്മാർത്ഥമായി അറിയില്ലായിരുന്നു. ഇപ്പൊ EFT എന്ന ഈ ടൂൾ ഉപയോഗിച്ച് സാറ് പറഞ്ഞു തന്നുകൊണ്ട് എങ്ങനെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത് ഞാൻ എന്നെ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലായി. അല്ലെ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് അവര് സ്നേഹം തരുന്നില്ല എന്നുള്ള ആ തോട്ടായിരുന്നു. ഇപ്പോ ഞാനാണ് ഇതിന്റെ കാരണക്കാരൻ. ഞാൻ ശരിക്കും സ്നേഹമുള്ള ഒരാളാവുമ്പോഴാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുക. അപ്പോൾ അവർ പതിയെ നമ്മളെ അടുത്തേക്ക് വരും. അതുപോലെ ഫോർഗീവ്നെസ് ചെയ്യുന്നത് കൊണ്ട് എന്റെ മനസ്സിൽ എന്തോ ചെറിയ തോട്ടുകൾ, വലിയതൊന്നുമില്ല, ചെറിയ തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ കളിയാക്കി പരിഹസിച്ചു എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. എന്തോ പറയുന്നുണ്ട് എന്നെ കുറിച്ച് എന്നൊക്കെ ഒരു ഇത്. ഇപ്പൊ അതൊന്നുമില്ല സാർ. ഞാൻ പൂർണ്ണ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അവരെന്തോ പറഞ്ഞോട്ടെ, എന്നെ ബാധിക്കുന്നതല്ല അത്. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. അത് എന്റെ ക്ലിയറായി. പിന്നെ എന്റെ ഫാമിലിയൊക്കെ, കുടുംബങ്ങളും മക്കളൊക്കെ സൂപ്പറായി നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് എനിക്കൊരു കുറ്റവും പറയാനില്ല. എന്നെ കുറിച്ച് ഹസ്ബൻഡിനും കുറ്റം പറയാനില്ല. അതാണ് ഏറ്റവും വലിയ നേട്ടം. അത് ആദ്യമേ ഇല്ല. ഇപ്പൊ EFT വന്നതോടുകൂടി പൂർണ്ണമായും മാറ്റി. എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ ഒരൊറ്റ മനുഷ്യനോട് പോലും ഞാൻ നന്നായി സ്നേഹിക്കുന്നു. അവരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവരെ ഒന്ന് കണ്ടില്ലെങ്കിലും അവരെ മൊബൈലിലെങ്കിലും വിളിച്ചുകൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മുടെ ചുറ്റുപാടിലുള്ള ആരെങ്കിലും അസുഖമായി ബാധിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അവരെ അടുത്ത മാസത്തിലൊരിക്കലെങ്കിലും പോയിട്ട് അവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാൻ കഴിയുന്നു. അതുപോലെ അത് തന്നെയാണ് അവർക്ക് വലിയ സന്തോഷം. ആ സ്നേഹം അതേപോലെ നമ്മളും അസുഖമായി കിടക്കുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും പാലിടണം അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പാലിട്ടെങ്കിൽ അവരിനി ഇങ്ങോട്ട് കടന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കടക്കാൻ തയ്യാറാണ്. അത്രത്തോളം ഞാൻ വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നേടുമെന്ന് സാറ് പ്രത്യേകം വിഷ്വൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മക്കത്തൊന്ന് പോകാൻ ആഗ്രഹമുണ്ട്. അത് സാധിച്ചിട്ടില്ല. ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ സാറിന്റെ അഡ്വാൻസും ഒരു പ്രാവശ്യം ഈ ഗൾഫിൽ മക്കത്ത് പോയിട്ട് വേണം സാറിന്റെ അഡ്വാൻസിൽ ഒന്ന് പങ്കെടുക്കാൻ. ഞാൻ എന്നാലും പൂർണ്ണ ഹാപ്പിയാണ്. അഡ്വാൻസ് ചെയ്തില്ലെങ്കിലും പൂർണ്ണ ഹാപ്പി ആയിട്ടുണ്ട്. അതുകൂടെ ചെയ്യുമ്പോൾ എല്ലാവരും അനുഭവം കേൾക്കുമ്പോൾ ഒന്ന് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അത് സാധിപ്പിച്ചു തരട്ടെ. അതിന് സാറിനോട് വിഷ്വൽ ചെയ്യാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളൊക്കെ താങ്ക് യു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. എല്ലാ PCA-മാർക്കും. ജുനുമേമാണ് എന്റെ PCA. ഞാൻ 4th ബാച്ചിലെ ആയിഷ നിലമ്പൂരാണ്. സാറിനെ അറിയിക്കും. എന്റെ മോന് ഉസാമയാണ്. ഉസാമിന് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവനും ചെയ്യുന്നുണ്ട്. സാറിന്റെ ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. രാവിലെ കേൾക്കുന്നില്ലെങ്കിലും പിന്നെ ലിങ്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ATC-യിലും. അതുപോലെ എപ്പോഴും ഞാൻ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വരില്ല. പറയാത്തവരൊക്കെ വരട്ടെ. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകണം. നമുക്ക് മാത്രം റിസൾട്ട് ഉണ്ടായ പോരല്ലോ. എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഇനി വരുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസം ATC-യിൽ ഏതായാലും വരും. അതുപോലെ എല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസ, സമാധാനം, സന്തോഷം, സ്നേഹം. ഇതുമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ആരാണ്? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഹൃദയം. താങ്ക് യു ആയിഷത്ത. വലിയ സന്തോഷം. ഒരുപാട് മിറക്കിൾസ് EFTയിലൂടെ അവർ നേടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ സുലൈഖ, പിന്നെ കൂറ്റനാട്. പിന്നെ ഞാൻ ഇന്നാള് പറഞ്ഞിരുന്നു ഉംറക്ക് പോണ കാര്യം. ഞാൻ ഇതിൽ ചേർന്നിട്ട് അധികമായിട്ടൊന്നുമില്ല. എന്നാലും എൻ്റെ കാര്യങ്ങൾ വേഗം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഏതെല്ലാം അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഒക്കെ റെഡിയായി. വിസ ഒക്കെ വന്നു. പിന്നെ 23-ാം തീയതി പോവും. എല്ലാവരും വിഷ് ചെയ്യണം. പോയി വരാം. ഇനി പോയി വന്നിട്ട് ഞാൻ മീറ്റിങ്ങിലൊക്കെ വരൂ. പിന്നെ
അപ്പൊ ഓക്കെ, ഇപ്പൊ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഞാന്. പിന്നെ വന്നിട്ടെല്ലാം പറയാൻ പോയി സന്തോഷം. ഓക്കെ, ഇനി ആരാണ്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ 31 ബാച്ചിലായിരുന്നു EFT ചെയ്തത്. അതിനുശേഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ച മുമ്പേ എന്റെ കാലിന്റെ മുട്ടിന്റെ താഴോട്ട് ഈ മഴ സ്റ്റാർട്ട് ചെയ്തില്ല, അന്ന് തുടങ്ങിയിട്ട് ഭയങ്കര ശക്തിയായ വേദന. അങ്ങനെ ഇടയ്ക്ക് എന്റെ മുട്ടി അങ്ങനെ 2 ദിവസം ഞാൻ ശബ്ദം കട്ടായിട്ടോ? പോകാൻ പറ്റിയില്ല. കേൾക്കുന്നില്ല കേട്ടോ. ഒന്ന് റേഞ്ചുള്ള ഭാഗത്തേക്ക് നോക്കൂ കേട്ടോ. 2 കേൾക്കുന്നില്ല. ദിവസം ഇപ്പം കേൾക്കുന്നുണ്ടോ സാർ? ആ ആ 2 ദിവസം എനിക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദിലും റുക്കോയിലൊന്നും പോവാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ടാപ്പ് ചെയ്ത് 5 വക്തിനും ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് കണക്ഷൻ ആണോ? കിട്ടുന്നില്ല. എന്നാ ഒന്നും കൂടെ പറയാം. കാലിന്റെ മുട്ടിന് 2 കാലിന്റെ മുട്ടിനും നെരിയാണി വരെ ശക്തിയായ വേദനയും കുത്തിപ്പറിയും കടച്ചിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള വേദന എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വലത്തെ കാലിന്റെ മുട്ടിനാണ് ശക്തിയായ വേദന ഉള്ളത്. അങ്ങനെ എനിക്ക് നിസ്കരിക്കാനോ കുനിയാനോ ഒന്നും പറ്റുന്നില്ല. മുട്ടുംകാലോട് നമുക്ക് സുജൂദിലേക്ക് പോകാനൊന്നും പറ്റുന്നില്ല, ശക്തിയായ വേദന. അങ്ങനെ ഞാൻ എന്തായാലും വേണ്ടിയില്ല, പിന്നെ ടാപ്പ് ചെയ്ത് വിഷിൽ എഴുതി ഒക്കെ ചെയ്ത് ഒരു 3 ദിവസം ഒരു മാറ്റവും എനിക്കില്ല. ശരിക്കും EFT ഇല്ലെങ്കിൽ ഞാൻ അക്യുപഞ്ചറാണ് കാണിക്കല്. അവിടെ പോയിട്ട് ഞാൻ കാണിക്കും, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ ക്ഷമിച്ച്, എനിക്ക് സാറിന്റെ ഒരു ക്ലാസ്സിൽ ക്ഷമന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ച് എന്റെ അവബോധത്തിൽ നല്ലോണം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ല ക്ഷമ വേണം വിജയിക്കണമെങ്കിൽ. അങ്ങനെ ഞാൻ ക്ഷമിച്ചിരുന്ന് ചെയ്ത് നല്ല വേദന സാർ. ശരിക്കും ഒരു ഡോക്ടറെ അടുത്ത് പോവും നമ്മള്. പക്ഷെ ഈ ഒരു EFT ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പോവാതിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സിയാദിക്കനോട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ട് സിയാദിക്ക, ശക്തിയായ വേദന ആണ്, ഡോക്ടറെ അടുത്ത് പോവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ സിയാദിക്ക എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ ഞാൻ അതാ ട്രീറ്റ്മെന്റിൽ സാർ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ പരിപൂർണ ആരോഗ്യവതിയാണ്. ഒരു പ്രശ്നമൊന്നും എന്റെ കാലിനില്ല സാർ. EFT അത്രയും വലിയൊരു വിജയം നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷെ ഇതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, അങ്ങനെ ഞാന് ഈ മണിഞ്ഞാന്ന് രാവിലെ സാറിന്റെ മെഡിറ്റേഷനിൽ ഇരുന്ന സമയത്ത് ശക്തിയായ വേദന, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വന്ന് കിടന്നുകൊണ്ട് മെഡിറ്റേഷനിൽ കിടന്ന് അതിൽ ഞാൻ ഉറങ്ങിപ്പോയി സാർ. അതിൽ ഞാൻ സാറിനെ സ്വപ്നം കണ്ട്. മാഷാ അല്ലാഹ് സാർ എന്റെ വീട്ടിൽ വന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഒരുപാട് നന്ദി. എന്റെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനും എന്നെ EFTയിൽ എത്തിച്ച എന്റെ ഒരു റിലേഷനാണ് ഇതിലെത്തിച്ചത്. അവർക്കും നന്ദി. സാറിന് ഒരുപാട് നന്ദി. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു സാർ. മറ്റുള്ളവർക്ക് ഞാൻ ജനിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. വലിയ സന്തോഷം പ്രമിലത്ത. അടുത്ത ബാച്ച് ഓഗസ്റ്റ് 8-ാം തീയതി കേട്ടോ റബീന. ഓഗസ്റ്റ് 8 അല്ലേ? റൈറ്റ്, നിന്റെ ഓർമ്മ. ഓക്കെ, യെസ്, പറയൂ. സിജിന, നജിമ, 2 പേരുണ്ട്. പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. 22nd ബാച്ചിലെ നജിമാണ് ഞാൻ. സാർ എന്റെ മകളുടെ ഒരു കണ്ണിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വന്നത്. എന്റെ മകളുടെ കണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കൊച്ചുനാളിലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. 18 വയസ്സിന് ശേഷം നമുക്കത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ 18 വയസ്സിന് ശേഷം ഇപ്പൊ മോൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോൾക്ക് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോ മോളുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല അമ്മച്ചി എന്ന് പറഞ്ഞ് അവളുടെ നിർബന്ധത്താൽ നമ്മൾ അതിന് സാധിച്ചു. അൽഹംദുലില്ലാ നല്ല രീതിയിലൊക്കെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അവൾക്കാണെങ്കിൽ ഒരു കണ്ണിന് വേദന വന്നിട്ട്, അപ്പൊ നമ്മുടെ മീറ്റപ്പിന്റെ തലേ ദിവസമായിരുന്നു സർജറി. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ മീറ്റപ്പിന് വരികയും ചെയ്തിരുന്നു, നമുക്ക് അഡ്വാൻസ് മീറ്റപ്പിന്. അപ്പോ മോൾക്ക് പ്രശ്നമൊന്നുമില്ല. മോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി പൊക്കോ, പ്രശ്നമൊന്നും ഇല്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മീറ്റപ്പിന് വന്നത്. എനിക്ക് നല്ല ധൈര്യമായിരുന്നു.
കഴിഞ്ഞ ദിവസം മോള് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാനിരുന്ന് കഴിഞ്ഞപ്പോ കണ്ണിന് വീണ്ടും ഭയങ്കരമായ വേദനയും പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ നല്ല അഫർമേഷൻ കൊടുത്താൽ മതി, മോൾക്ക് ഇത് സാധിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്കും അത് അത്ര ഉള്ളോട്ട് പറ്റിയില്ല. ഞാൻ അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പം പറഞ്ഞു കൊണ്ടുവന്നു, കുഴപ്പമില്ല, അരവിന്ദിലാണ് സർജറി ചെയ്തത്. അത്രയും ലോങ് പോകുന്നത് കൊണ്ടാണ് സാർ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ നേരിട്ട് വന്നാൽ മതി, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുപോയി സാർ. അപ്പൊ ഇവള് പറഞ്ഞത് എനിക്ക് കണ്ണിൽ എന്തോ കിടക്കുന്നത് പോലെ തോന്നുന്നു, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ എന്റെ EFTയിലെ ഫ്രണ്ട്സിനോട് മുഴുവൻ, പ്രത്യേകിച്ച് ഈ സ്മാൽ സാറിനോട് ഞാൻ പറഞ്ഞു മകളുടെ കാര്യത്തിന് വേണ്ടി വിഷ്വല് ചെയ്യണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ സാറേ, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് അവിടെ ചെന്ന് സാധിക്കാൻ പറ്റി സാർ. എന്റെ Great. മകളുടെ ആ മനസ്സിന്റെ ആ ടെൻഡൻസി ആയിരുന്നു അവളുടെ ആ ബുദ്ധിമുട്ടുണ്ടായത്. സാറ് എന്നെ എന്താണോ പഠിപ്പിച്ചത് അതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നത്. അവളുടെ മൈൻഡിന്റെ പ്രശ്നമാണ് ഇതിലെ പ്രശ്നം. അവൾക്ക് ഒരു പ്രശ്നമില്ല കണ്ണെ സംബന്ധിച്ച്. 100% ഡോക്ടർ ഗ്യാരണ്ടി തരാം. അവൾക്ക് കണ്ണെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല. മൈൻഡ് ബോഡി കണക്ഷൻ ആണ് അവളുടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. Great. എത്രമാത്രം എന്താ സാർ എനിക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് സാർ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. അൽഹംദുലില്ലാ സാറ് പഠിപ്പിച്ച ആ ഒരു ലൈവിലൂടെ തന്നെ ഞങ്ങൾ പോവുകയാണ് സാർ, ഞാനും എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും. അൽഹംദുലില്ലാ എത്ര നന്ദി പറഞ്ഞു. കൺഗ്രാജുലേഷൻ നജ്മ, വലിയ സന്തോഷം കേട്ടാ. ഓക്കെ, ഇനി ആരാണ്? സിജിനിയാണോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറയൂ. സാറ് EFTയിലെ എല്ലാവരും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു സാർ. അൽഹംദുലില്ലാ. ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. നജ്മയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സിജിന വന്ന് പോയി തോന്നുന്നു അല്ലേ? വിനുത ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ, പറയാൻ ആഗ്രഹിക്കുന്ന അതിനനുസരിച്ചാ പറയാട്ടോ. ആരാണ്? ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറയൂ. ഫണ്ടിലായിരുന്നു വിനുത. EFTയിൽ വന്നിട്ട് നല്ല മാറ്റമുണ്ട്. പിന്നെ രാത്രി ഉറക്കം ഉണ്ടായിട്ടില്ല, അതെല്ലാം ഇപ്പൊ ശരിയായി പൂർണ്ണമായും. പിന്നെ ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, അതും മാറി. പിന്നെ എന്റെ മാറ്റം കണ്ടിട്ട് എന്റെ സിസ്റ്റേഴ്സ് സെക്കൻഡ് ബാച്ചിലും പിന്നെ തേർഡ് ബാച്ചിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്. പിന്നെ അഡ്വാൻസിന് വേണ്ടി സിസ്റ്റർ അവരുടെ ഹസ്ബൻഡും ഞാനും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ. കൺഗ്രാജുലേഷൻ, അടിപൊളി. താങ്ക് യു സർ. പിന്നെ ഫൈബ്രോയിഡ് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ നോർമൽ ആയിട്ടുണ്ട്. അടിപൊളി. എല്ലാവരോടും നന്ദി പറഞ്ഞു. ശ്രീലേഖ മാം ആയിരുന്നു PCA. സാറിനോടും ശ്രീലേഖ മാമിനോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ PCAമാരോടും നന്ദി പറയുന്നു. ദൈവത്തിനോടും എന്റെ മാതാപിതാക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ഷെയറിംഗ്. സോ മച്ച്. വിനുത വീഡിയോയിൽ വരാൻ പറ്റില്ല എന്നൊന്നും അല്ലേ? ഓക്കെ, വീഡിയോയില് നോക്കട്ടെ. വീഡിയോയിൽ കാണാമോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാട്ടോ. ചിലക്കാർക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആരാണ്? ഓക്കെ. ബാച്ച് 1ലായിരുന്നു സാർ. എങ്ങനെ? ബാച്ച് 1ലായിരുന്നു മൈൻ മാസ്റ്ററി. മൈൻ മാസ്റ്ററി ബാച്ച് 1ലാണ്. ഓക്കെ, ഇപ്പൊ ബാച്ച് 3 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം കേട്ടാ, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ, താങ്ക് യു സോ താങ്ക് യു. യെസ്, ഇതെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാട്ടോ. ഓഫ്ലൈന് ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ, നിങ്ങൾ അറിയിക്കും. അപ്പോ ഓൺലൈൻ ബാച്ചിലാണ് നമുക്ക് കൂടുതൽ ആൾക്കാരും വന്നതും നല്ല റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ്. മാക്സിമം എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അതേപോലെ അഡ്വാൻസിനെ കുറിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. ഏകദേശം സീറ്റുകൾ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, പറയൂ സിജിന. മൈമനത്താരാണ്? പുഷ്പ.
പുഷ്പയാണോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കാണുന്നില്ല കേട്ടോ. വീഡിയോയിൽ വരുന്നില്ല. ഓക്കെ, പറയൂ. ഞാന് മൈൻമാസ്റ്ററി ഫസ്റ്റ് ബാച്ചിലത്തെ ആളാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, സന്തോഷമായിട്ട് തോന്നുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. പിന്നെ ഈ ഇതിലുള്ള എൻ്റെ PCA ഷാക്കിറ ഒക്കെ മാമാണ്, അവരോട് നന്ദി പറയുന്നു. സാറിനോട് ഒരുപാട് നന്ദി. ഇതില് നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് ഇന്ന് PSC എക്സാം ഉണ്ട്. സാറൊന്ന് വിഷ്വൽ ചെയ്യണം, എല്ലാവരും വിഷ്വൽ ചെയ്യണം. ഭയങ്കര തീർച്ചയായിട്ടും സന്തോഷം. വലിയ സന്തോഷം. ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് വിഷ്വൽ ചെയ്യുന്നു. താങ്ക് നല്ല യു. റിസൾട്ട് ഉണ്ടാവട്ടെ. ഒരുപാട് താങ്ക്സ്. ഓക്കെ, പറയൂ. അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 29 ബാച്ചിലെ മൈമൂനയാണ് ഞാന്. പറയൂ മമിത. നല്ല ഉഷാറായി പോകുന്നുണ്ട്. സുഖം തന്നെ എല്ലാവർക്കും. നിങ്ങൾക്കും സുഖമെന്ന് വിചാരിക്കുന്നു അല്ലേ സാറേ? വലിയ സന്തോഷം. നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. രാവിലെ എന്ന് മെഡിറ്റേഷനിൽ കയറും, ക്ലാസ്സിലും കയറും. അത് കഴിഞ്ഞിട്ടേ പിന്നെ അടുക്കളയൊക്കെ ഉള്ളൂ. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ഓരോ ദിവസത്തിൽ ഇത്ര മണിക്കൂർ അതിനു വേണ്ടി ചെലവാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. വളരെ ഉഷാറായി പോകുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോ അവര് പറയും തരക്കേടില്ല, നിങ്ങൾ തരക്കേടില്ല എന്നല്ല പറയണ്ടേ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതന്നെ വലിയ ഗുണമാണ്. എന്നിലുള്ളത് എന്താണോ അതിൽ എനിക്ക് മറ്റുള്ളവരെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ധാരാളം ഉണ്ട് സാറേ. ദേഷ്യം മാറ്റാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇന്ന് ATCയിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ആദ്യത്തെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയട്ടെ, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ പ്രപഞ്ചനാഥനോട് നന്ദി പറയുന്ന എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ നിസ്കാരത്തിലൊക്കെ വളരെ ഖുശൂആയിട്ട് നല്ല ഭയഭക്തിയോടുകൂടി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. നമ്മൾക്കൊക്കെ ആദ്യത്തെ പോലെയല്ല ഇപ്പം നിസ്കരിച്ചാല്. വളരെ മാറ്റം വന്നിട്ടുണ്ട്. EFT വന്ന ശേഷം എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെയാണ്. ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നല്ല മാറ്റം എന്ന് പറഞ്ഞാല് എന്ത് കാര്യം ചെയ്താലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് വളരെ സന്മനസ്സോടുകൂടി അതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും, ഞാൻ എൻ്റെ മോൾക്ക് വലിയ പ്രശ്നം വന്നു. ഒരു ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിക്കുന്ന ഒരു തരത്തിലൊരു സ്വഭാവം. അതിനെ വളരെ മനസ്സ് അറിഞ്ഞുകൊണ്ട് എനിക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റി. വളരെ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പറയേണ്ടതൊക്കെ പറയാനും പറ്റി അവനോട്. ഇങ്ങനെ നീ ചെയ്ത് തെറ്റാണ്. അപ്പൊ മറ്റേ കഴിയാറില്ലായിരുന്നു. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ബേജാറ് വരുമ്പോ ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അതെല്ലാം ഈ EFT എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. വളരെ കൂളായിട്ട് തന്നെ ഞാൻ പറയേണ്ടതൊക്കെ പറയാൻ പറ്റി. അവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഞാൻ അവനോട് ചെയ്യുന്നത് അത് എൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഓട്ടോറിക്ഷയിൽ ഞാൻ പോയില്ലായിരുന്നു. ആ വഴിയിൽ നിർത്തി വെച്ചിട്ട് അവൻ ഇടയ്ക്ക് നടന്നുകൊണ്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അപ്പം അത് ടീച്ചർമാർ കണ്ടെത്തി അത് പറയാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഇത്തരത്തില് നമ്മളെ കുട്ടികളെല്ലാം പലതരത്തിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇതിലൊക്കെ ഞാൻ EFTയെ നന്ദി പറയുന്നു. കാരണം അതിലൂടെ വന്നപ്പോൾ എനിക്ക് സന്മനത്വത്തോടു കൂടി നേരിടാൻ പറ്റി എന്നുള്ളതാണ്. നല്ല മനസ്സോടുകൂടി എല്ലാ കഴിവുകളും നമുക്കിതിൽ എത്തിപ്പെടാനുണ്ട്. കഴിവുകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാ കഴിവുള്ളത്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണ്, അതെല്ലാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കാൻ, ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയാനും അതിന് നന്ദി പറയാനും നമുക്കിത് ഈ EFTയിലൂടെ വന്നപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമുക്ക് വരാൻ പോണ ജീവിതത്തിൽ എങ്ങനെയെന്നുള്ളതാണ് നോക്കിയിരുന്നത്. അതിന് മറിച്ച് ഇപ്പം ചിന്തിക്കാൻ പറ്റുന്നത് കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള നന്ദിയും ഇനി വരാനുള്ളതിലുള്ള നന്ദി എനിക്ക് കിട്ടും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഈ EFTയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ എത്രയും പറയാൻ പറ്റില്ല. നല്ല മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് പറയണേ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ സ്വഭാവത്തിലൂടെ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളെ ദാമ്പത്യമായ ഇഷ്ടയൊന്നും ശരിയായില്ലെങ്കിലും അത് നന്നായി വരും. ശുഭപ്രതീക്ഷയുണ്ട്. എല്ലാ കാര്യത്തിനും ഞാൻ EFTയെ വളരെയധികം
താലോലിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രാക്ടീസൊക്കെ കഴിയുന്നത്ര ചെയ്യും, എന്നാലും കുഴപ്പമില്ല. ചെയ്യാത്ത സമയത്ത് നമുക്ക് വേറെ മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതിനെ 2 ദിവസം കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്ത് വേദന വന്നാലും ഡോക്ടറെ അടുത്തൊന്നും പോകൂല. പോകണോ എന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് വളരെ വെറുപ്പാണ് ഈ ഗുളിക കഴിക്കുന്നത്. അതേപോലെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് നല്ലൊരു ടൂൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യും. കാലിലൊരു വേദന ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു മുഴ. ഞാൻ ഭർത്താവിന് കാണിച്ചു കൊടുത്തു. നീ ഡോക്ടറെ അടുത്ത് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും പോണില്ല, എനിക്ക് EFT ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ മാറ്റമുണ്ട്, വേദനയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ എന്ത് വേദന വന്നാലും വളരെ നമ്മളെ EFT സഹായിക്കാനുണ്ട് എന്നുള്ള നല്ലൊരു ധൈര്യം. EFT ഒരു മെഡിസിനാണ് നമുക്ക് എല്ലാ തരത്തിലും. മാനസികമായ മെഡിസിനാണ്, ശരീരത്തിലുള്ള മെഡിസിനാണ്, എല്ലാം EFT ആയി മാറിയിട്ടുണ്ട്. താങ്ക് യു ഇതിലെല്ലാവർക്കും. താങ്ക് യു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ജുമി കലാം. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറയൂ. ഞാനൊരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ ഒരു ഉരുളി പൊക്കിയിട്ട് താഴെ വെക്കായിരുന്നു. അപ്പൊ കുമ്പിട്ട് എണിച്ചപ്പോ എന്റെ തണ്ടിലൊന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഭയങ്കര പെയിൻ ആയിരുന്നു. പിന്നെ രാവിലെ രാത്രി കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്. രാവിലെ എണിച്ചിട്ട് എനിക്ക് എന്താ പറയാ, എനിക്കിരിക്കാൻ പോലും പറ്റാത്ത ഭയങ്കര പെയിൻ. അപ്പൊ ഞാൻ അന്നാണെങ്കിൽ സാറിന്റെ ഹെൽത്ത് മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു വേദന വെച്ചിട്ട് എനിക്ക് രാവിലെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്താലേ മാറുള്ളൂ എന്നുള്ള ആ ഒരു ഇതിലാണ്, അത്രയും വേദന ആയിട്ട് ഞാൻ കിടക്കണ്ടായിരുന്നു. പക്ഷെ ആ മെഡിറ്റേഷനിൽ ഞാൻ ഈ വേദന എടുത്തിട്ട് അന്ന് അതാ ചെയ്തത്. അൽഹംദുലില്ലാ, എനിക്ക് അത് കഴിഞ്ഞോണ്ട് കൂടിയിട്ട് എനിക്ക് ആ വേദന പൂർണ്ണമായിട്ട് കണ്ട് മാറി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ വോയിസ് ഇട്ട്, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഒരു വേദനയിലായിരുന്നു, ഇപ്പൊ ഞാൻ നടന്നിട്ടാണ് ഈ വോയിസ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് അപ്പോഴക്കപ്പോൾ റിസൾട്ട് ആണ്. നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് സമയം വേണം. പക്ഷെ ഈ ഒരു ടൂള് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മളതൊന്ന് ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് രോഗം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ തെളിവാണ് ഈ ഒരു EFT വന്നതോടുകൂടി നമ്മൾ അറിഞ്ഞത്. മാഷാ അല്ലാ. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഈ ഹജ്ജിന് പോണവരും കല്യാണം കഴിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ നമ്മൾ EFT പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ജീവിതം എന്തായാലും ഉറപ്പായിരിക്കും. കാരണം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ 24-ാമത്തെ വയസ്സിൽ ഞാൻ ഹജ്ജിന് പോയിട്ടുള്ള ആളാണ്. അന്ന് അപ്പൊ നമ്മൾ അന്നൊക്കെ ഈ EFT പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് അന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ ഈ ഒരു ഇത് പഠിച്ചതിന് ശേഷം പോവുകയായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അതൊന്ന് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള ആ ഒരു ഫീൽ എനിക്കിപ്പോ ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഹജ്ജിനൊക്കെ പോണ ആൾക്കാർ തീർച്ചയായിട്ടും, കാരണം നമുക്ക് ഓരോരുത്തർക്കും പുറത്തു കൊടുത്തിട്ട് നമ്മളെ മനസ്സും ശരീരമൊക്കെ ഫ്രീ ആക്കിയിട്ട് പോകുമ്പോ അതിനുള്ള ആ ഒരു ഗുണം നമുക്ക് തീർച്ചയായിട്ടും അതിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന ഓരോരുത്തരും മുന്നേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എൻജോയ് ചെയ്തിട്ട് അവർക്ക് മനസ്സിൽ തമ്മിൽ ഒരു എന്താ പറയാ, ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഇല്ലാതെ സന്തോഷത്തിൽ ഹാപ്പി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഇപ്പൊ ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അറിയണത്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ പുറത്തു കൊടുത്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. നമ്മൾ അത്രയും മനസ്സ് വേദനിച്ചിട്ട് ജീവിച്ചിരുന്ന ഒരു സമയങ്ങളായിരുന്നു. എനിക്ക് എന്താ പറയാ, ഞാൻ വന്നത് തന്നെ എൻ്റെ ഇക്കാടെ ഒരു ദേഷ്യം കാരണമായിരുന്നു. അതൊക്കെ എനിക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റിയത് ഈ ഒരു അറിവിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ മുന്നേ അറിയുകയാണെങ്കിൽ, വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഓരോരുത്തർക്കും ഇത് എത്തുകയാണെങ്കിൽ അവരുടെ ജീവിതം എൻജോയ് ചെയ്തവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു EFT വന്നതിൽ എനിക്ക് കിട്ടിയ ഒരു അറിവ്. മാഷാ അല്ലാ, എല്ലാവർക്കും ഇതില് ഈ ഒരു അറിവ് കിട്ടാനും ഞാൻ ഇതുപോലെ എല്ലാവർക്കും ഇതിങ്ങനെ അയച്ചു കൊടുക്കും കേട്ടോ. എനിക്ക് നമ്മള് അറിവ് കിട്ടുന്നത് നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ളവർക്ക് എത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഡെയിലി മെസ്സേജുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കും. എല്ലാവരും ഇത് കേൾക്കണം, ഇത് അറിയണം, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. അൽഹംദുലില്ലാ, എല്ലാവരും ഇതിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു ഓൾ.
താങ്ക് യു. വലിയ സന്തോഷം ജുമി. ഒരുപാട് മിറക്കിൾസ് ഷെയർ ചെയ്ത ആളാണ്. ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ പങ്കുവെച്ച ആളാണ്. ഇനിയും ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഓക്കെ, ഇനി പറയുന്ന ആളുകളൊന്ന് ചുരുക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ്. സിജിന ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. സിജിക്ക് അവസരം കൊടുത്താലോ കേട്ടോ. സിജിന കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാത്താക്കി കുഴപ്പമില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞാനിപ്പോൾ സന്തോഷത്തിലാണ്. ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. പുതിയ ബാച്ചിലേക്ക് വരാൻ ഒരാൾ എന്നോട്, ഞാൻ ഈ CC വർക്ക് ചെയ്യുന്നെങ്കിലും ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. അപ്പൊ ആ ഗോൾ സെറ്റിംഗ് ഗ്രൂപ്പിൽ ആയപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ച് ഇതെന്താ ഇങ്ങനെ മാറ്റം വരുന്നത്. ഞാൻ എല്ലാത്തിനും അൽഹംദുലില്ലാഹ് ഇടുന്ന സ്റ്റാറ്റസ് കണ്ടിട്ട് എന്തിനാണ് ഇട്ടേന്നൊക്കെ വന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് വന്ന് തിരക്കിയിട്ടുണ്ട്. അപ്പൊ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓട്ടോ ഡ്രൈവറാ, അപ്പൊ കാശിന്റെ ഞാൻ പറഞ്ഞത് വിഷ്വൽ ചെയ്താൽ മതി. അപ്പൊ അടുത്ത ബാച്ചിൽ അയാൾ ഉണ്ടാകാൻ വേണ്ടി സാറും കൂടെ ഒന്ന് വിഷ്വൽ ചെയ്യണം. തീർച്ചയായിട്ടും പങ്കെടുക്കും. എല്ലാരും വരും. കുടുംബം എല്ലാം സന്തോഷത്തിലാണ് ഇപ്പൊ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്. താങ്ക് യു സർ. വലിയ സന്തോഷം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. പറയൂ സിയാദ്ക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ പറയാ, ജീവിതം ശരിക്കും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. ആരോഗ്യ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ആരോഗ്യം എന്ന് പറഞ്ഞപ്പോ അതിനോട്ട് നമ്മൾ നോക്കുന്നതേ ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് നമ്മളെ ശരീരത്തിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. എന്റെ പേര് സിയാദ് എന്നാണ്. പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. എന്റെ പേര് സിയാദ്. എന്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന അബുദാബിയിലാണ്. അൽഹംദുലില്ലാഹ് ഞാൻ EFT വന്നിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. 2.5 വർഷം കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഇന്ന് വളരെയധികം വലിയ മാറ്റങ്ങളാണ്. കാര്യം ആരോഗ്യ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അതെല്ലാം എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഫാമിലിയായിട്ട് ഇന്ന് ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ അഡ്വാൻസ് മീറ്റപ്പിന് വന്ന സമയത്ത് സാർ ഒരു വെൽത്ത് എന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഞാനത് കറക്റ്റായിട്ട് അത് സ്ട്രക്ചർ ചെയ്ത്, ഞാനത് പ്ലാൻ ചെയ്ത്, ഞാനൊരു ഗോള് സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞാനൊരു 20 ദിവസത്തെ പ്ലാനാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ റിസൾട്ടിൽ എന്നിലേക്ക് വന്ന് കണ്ടു തുടങ്ങി ഓരോ റിസൾട്ടുകളും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം മൊത്തം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് പുറത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് വന്ന് ഇതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരു റഫീഖ് സാർ എന്താണോ കാര്യങ്ങൾ പറയുന്നത് അത് അതേപോലെ തന്നെ 100% വിശ്വസിച്ച് ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ന് ലോകത്തിലെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് റഫീഖ് സാറിന്റെ EFT എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളും, പുതിയ വ്യക്തികൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് വരിക. ആരോഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് എനിക്ക് 46 വയസ്സുണ്ട്. പക്ഷെ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുണ്ട്, മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു ക്ലബിൽ ഇപ്പൊ വന്നതാണ്. ശരിക്കും അവിടെ നിന്നുകൊണ്ടൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഡാൻസ് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്റെ ബോഡി ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് എനിക്ക് വഴക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ വളരെ ത്രില്ലിലാണ്. ഓരോ കാര്യങ്ങളും ഇന്ന് ജീവിതത്തിൽ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ആ സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് മറ്റുള്ളവർ പലരും ഇന്ന് എന്നിലേക്ക് അട്രാക്റ്റീവായി വരുന്നു. അതാണ്, ഞാൻ ആരെയും നിർബന്ധിച്ച് ഈ കോഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ പല ആൾക്കാർ ഇന്ന് ഈ കോഴ്സ് ചെയ്യുന്നു. എന്നിലേക്ക് പലരും അട്രാക്റ്റീവായി വരുന്നു. ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്ത് ഫർഗീവ് ചെയ്ത് കൊടുത്തു. അതിലൂടെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ ഒരു എക്സൈറ്റ്മെന്റ് പറയുന്നതല്ല, അത്രത്തോളം റിസൾട്ടാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് പല കാര്യങ്ങളും എത്തിക്കൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സിയാദ്ക. വലിയ സന്തോഷം. ഓക്കെ, ഇനി ആരാണ്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഷറീന ടീച്ചറെ. ഞാൻ ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പറയാനുണ്ട്. ഞാൻ സർവീസ് കയറിയിട്ട് 24 വർഷത്തിന് ശേഷമാണ് ഒരു എക്സാം എഴുതുന്നത്. അപ്പൊ എനിക്ക് എന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത സംഭവമായതുകൊണ്ട് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ PCA മാം, റെനീന മാം ഒക്കെ പറഞ്ഞു നമ്മൾ സെൽഫ് ലവ് കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി കോൺഫിഡൻസ് ഗ്രാജുവലി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് ഞാൻ പഠിച്ച് എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റി. അതൊന്ന്. അതുപോലെ സാറ് തരുന്ന
ഒത്തിരി അവയർനെസ്. അതാണ് ചിലപ്പോ ഇന്നലെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമായിരിക്കും സാർ ഇന്ന് ക്ലാസ്സിൽ അത് പറയുന്നത്. അപ്പൊ അതങ്ങനെ നല്ലൊരു കോയിൻസിഡൻസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സാറ് പറയുന്ന ഫൊർഗീവ്നെസ്, ആ കേസൊക്കെ എന്നെ സംബന്ധിച്ച് 27 പ്രൊമോഷൻ കിട്ടുമ്പോൾ എന്റെ മൈൻഡ് എല്ലാവരും ഉൾക്കൊള്ളാൻ പാകത്തിന് റെഡിയാക്കാം. ആ ഒരു ആപ്റ്റ് ടൈമിൽ തന്നെ ഞാൻ EFTയിൽ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മൾ വലിയ വലിയ പ്രോമിനന്റ് ആയുള്ള റോൾസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒത്തിരി മനുഷ്യരായിട്ട് പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്രിറ്റിസിസം നേരിടേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ ഫൊർഗീവ്നെസ് എന്നുള്ള ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൈൻഡ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞല്ലോ, നമ്മള് ഒരാളോട് ഫൊർഗീവ്നെസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ വിചാരിക്കണത് എനിക്ക് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതങ്ങ് ഫൊർഗീവ് ചെയ്തു. അവരോട് പടച്ചൻ ചോദിച്ചോളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ പടച്ചൻ ചോദിച്ചോളൂ എന്നുള്ള ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളത്. അപ്പൊ ഫൊർഗീവ്നെസ് കംപ്ലീറ്റ് അല്ല എന്നുള്ളത് സാർ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ എത്രയോ അവയർനെസ്. മണീനെ സംബന്ധിച്ച് എനിക്കൊരു ഫാൾസ് ബിലീഫ് ഉണ്ടായിരുന്നു. ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എപ്പോഴും. അതെ, നമ്മൾ വലിയൊരു ടൂറ് പോവാണെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇത് സൃഷ്ടാവിന് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള കുറെ ഫാൾസ് ബിലീഫ് ആയിരുന്നു. നമ്മൾക്ക് നമ്മളുടെ പൊട്ടൻഷ്യലും നമ്മളുടെ പ്രഷ്യസ് ആയുള്ള ടൈം ഉണ്ടെങ്കിൽ എത്ര കോടികൾക്ക് വേണമെങ്കിലും നമ്മൾ ഡിസർവ് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈഫിന്റെ സമസ്ത മേഖലകളെ പറ്റിയും സാർ നമുക്ക് ഫുൾ അവയർനെസ് ഡെയിലി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞുവെങ്കിൽ പോലും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങള് സാറിന്റെ കൂടെ തന്നെ ഫാമിലി ഫാമിലി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ സമയത്ത് ഒരു ദിവസം എത്രയോ ടൈംസ് ഞാൻ സാറിന്റെയൊക്കെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു. കാരണം നമ്മളുടെ മൈൻഡിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാർ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ മനസ്സിലേക്ക് വരുവാണ്. എല്ലാത്തിനും സാറിനോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സാറിനും ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ ടീച്ചർ. ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായ ആളാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, പറയൂ സൗദ അഷ്റഫ്. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ 31 ബാച്ചിലെ സൗദയാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തൈറോയ്ഡ്, അതുപോലെ തന്നെ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും എനിക്കൊരു 8 വർഷത്തോളമായിട്ടുള്ള ഒരു സംഭവങ്ങളായിരുന്നു. അതൊക്കെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് മാറി. ഞാൻ ATCയിൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. സാറിന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഈ ATCയിൽ വരേണ്ടത്. അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ എന്ത് കാര്യങ്ങളും സന്തോഷല്ലേ? പിന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് കാര്യം ആലോചിച്ചാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു. അപ്പൊ EFTയിൽ വന്ന പിന്നെ അതൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഒരുപാടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ വെൽത്തിൽ ഞാൻ ഒരുപാട് ചെറിയ ഗോൾ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നേടാൻ പറ്റി. പിന്നെ റിലേഷൻഷിപ്പാണ്. എനിക്ക് ഒരുപാട് മക്കളോടും ഹസ്ബൻഡിനോടൊക്കെ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. മക്കളോട് പ്രത്യേകിച്ച് അവർ വഷളായി പോകും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ EFTയിൽ വന്ന ശേഷം എന്റെ പെരുമാറ്റമൊക്കെ ഒരുപാട് മാറി. അവർക്കൊക്കെ ഒരുപാട് ഇപ്പൊ എന്നെ ഇഷ്ടമാണ്. അപ്പൊ മക്കൾ ഇന്നലെ തന്നെ സ്കൂളില് ബർത്ത്ഡേക്ക് ചെറിയ മിഠായി കിട്ടുമ്പോ ഉമ്മയ്ക്ക് ആരാ കൊണ്ടുപോയി തരണേന്ന് വിചാരിച്ചിട്ട് അത് കുറച്ചെടുത്ത് കൊണ്ടുപോയി തരുന്നു. അതൊക്കെ എന്നെ എന്റെ മക്കളൊക്കെയാണ് നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ എന്തെങ്കിലും ചെറിയ മിഠായി കിട്ടുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു പാർട്ട് എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാറുണ്ട്, എടുത്ത് വീട്ടിൽ കൊണ്ട് തരാറുണ്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ എന്റെ ആ ഒരു മാറ്റത്തിന്റെ ചേഞ്ചസ് ആണ് അവരിൽ കാണുന്നത്. EFTയിൽ വന്ന പിന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഡെയിലി ഒരുപാട് മാറ്റങ്ങളുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, പറയൂ ഷാക്കിർ. കുറച്ച് സമയമായല്ലോ. ആരാണ്? ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നലെ എനിക്ക് പറയാൻ പറ്റില്ല സാറിനെ കണ്ടതിൽ. ഞാൻ EFT ഉപയോഗിച്ചത് 2 ദിവസം മുന്നേ ഭയങ്കര കാറ്റായ കാരണം മുറ്റൊക്കെ ഭയങ്കര അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു, വാപ്പസിനൊക്കെ പറഞ്ഞു മരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഉള്ളതൊക്കെ കൂടുതൽ അടിക്കുമ്പോ ഒരു ഊരുവേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ EFTയിൽ എന്താ വെച്ചാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ രാവിലെ ഓടി വന്ന് മുറ്റം നോക്കുമ്പോ തീരെ ചപ്പില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ
ഗ്രാറ്റിറ്റ്യൂഡ് 2 ദിവസമായി ഞാൻ പഠിച്ചിട്ട് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് പണ്ട് നമ്മളെ വാഷിംഗ് മെഷീനും നേരാക്കിട്ടല്ല, ഞാൻ മോട്ടറും അങ്ങനെ കൂടി നേരാക്കിയിട്ടുണ്ട്, നമ്മളെ ഈ FD കൂടെ ഉപയോഗിച്ചത്. അപ്പൊ ആ ഒരു സന്തോഷം പറയണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, അപ്പൊ 2 ദിവസമായി സാർ ഞാൻ മുറ്റടിച്ചിട്ട് മുറ്റത്തോട് പോയി ഇല പോലും ഇല്ല. താങ്ക് യു സാർ. കുറെ ആളുകളെ കണ്ണ് തള്ളുന്ന അല്ലെങ്കിൽ അത്ഭുതം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടോ. അത് കോഴ്സിൽ വന്നവർക്ക് തന്നെ എല്ലാവർക്കും എത്രത്തോളം അനുഭവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിത് പറയാണ്, കാരണം ഇത് കേട്ടിട്ട് ഇവരെന്തായി പറയുന്നത് എന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുന്നതിന് പകരം ഇതിനെ കുറിച്ചൊന്ന് ഉൾക്കൊള്ളാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ എനർജി മാറുമ്പോൾ ചുറ്റുപാടിലെ എനർജി മാറുന്ന ഒരു അത്ഭുതമാണ് അവിടെ പറഞ്ഞത്. അതായത് മരത്തിൽ നിന്ന് ഇലകള് ഒന്നായിട്ട് പൊഴിഞ്ഞിട്ട് മുറ്റടിച്ച് കുഴങ്ങി ആകെ ക്ഷീണിച്ച് അവശയായി നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓൾറെഡി അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അതിന് EFT പ്രാക്ടീസ് ചെയ്തപ്പോൾ അത് വലിയ മാറ്റം വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ മരത്തിന്റെ ഇല വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം വരിക. അത്രയും പവർ എനർജി ലെവലിലുണ്ട് എന്നുള്ള, നമ്മൾ പോലും വിചാരിക്കാത്ത മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്. നമ്മളിൽ പല ആളുകളും ഒരുപക്ഷെ ഡയറക്റ്റ് അനുഭവിച്ചിട്ടില്ലാത്ത മാറ്റങ്ങളായിരിക്കും അതൊക്കെ. വണ്ടി സ്റ്റോപ്പ് ആകുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി പോയ ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനത്തെ പല അത്ഭുതങ്ങളുണ്ട്. ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പല അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും ചിലക്കാർ വിചാരിക്കും ഇതെന്ത് മായാജാലമാണ്, ഇതെന്ത് കൂടോത്രമാണൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ ആരെയും ഇത് പറയില്ല. അതൊക്കെ ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ തോന്നും, എനിക്കും അങ്ങനെ ആദ്യം തോന്നിയിരുന്നത്. നമ്മുടെ എനർജി ലെവലിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല അത്ഭുതങ്ങളും ലൈഫിൽ സംഭവിക്കും കേട്ടോ. അതെന്താണെന്ന് പറയാൻ പറ്റില്ല. അതാ കറണ്ട് പോയപ്പോൾ ടാപ്പ് ചെയ്ത് കറണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയെന്നുള്ള ചോദ്യമൊന്നുമില്ല. നമ്മൾ എനർജി ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് അത് കിട്ടുക എന്നുള്ളത്. എങ്ങനെയെന്നുള്ള ചോദ്യമൊന്നുമില്ല. പോസിറ്റീവായി ചിന്തിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ, റിസൾട്ട് ഉണ്ടാക്കി എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് അത്ഭുതം തോന്നുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. എല്ലാവരും കൂടുതൽ അറിയാനും പഠിക്കാനും എന്ത് ചെയ്യുക, മുന്നോട്ട് വരിക. താങ്ക് യു. പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഫോർത്ത് ഓഫ്ലൈൻ ബാച്ചിലാണ്. ഐഷാത്താന്റെ ഗ്രൂപ്പിലാണ്. ഒരുമ ഗ്രൂപ്പിൽ ഞങ്ങൾ നല്ല ഉഷാറാണ്. പിന്നെ ഇപ്പൊ അയ്യൂബിക്കയും കൂടെ വന്നപ്പോ അതിലേറെ ഉഷാറായി. പിന്നെ എനിക്ക് നല്ല മനസ്സമാധാനം, നല്ല മാനസികാരോഗ്യം ഉണ്ട് ഇപ്പൊ EFT വന്നതോടുകൂടി. പിന്നെ എനിക്ക് 2 മക്കളാണ്. പിന്നെ ഒരാള് അല്ലയിലാണ്, മോള് സാറിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആദ്യത്തേൽ പങ്കെടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തേലെങ്കിലും പങ്കെടുക്കണം. അല്ലയിന്ന് ദുബായിലെത്താൻ കുറെ ദൂരം ഉണ്ടല്ലോ, അപ്പം ഭർത്താവ് സമ്മതിക്കോ ഇല്ലേ, അങ്ങനെ ഒരു സമാധാനക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സന്തോഷമായിട്ടോള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം ഇന്നെ വിളിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് പിന്നെ കാലുവേദന ആയിട്ടാണ്, എന്റെ മോളാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ പക്ഷെ കാലുവേദനക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, ഇനി മാറും എന്നുള്ള നല്ല ഉറപ്പിലാണ് ഞാൻ, നല്ല പ്രതീക്ഷയിലാണ്. വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 6-7-8 കൊല്ലത്തോളമായി. ഞാൻ റിട്ടയർഡ് ആയിട്ട് 8 വർഷമായി. മോൻ ഗൾഫിലായിരുന്നു. മോനെ അപ്പൊ നല്ലൊരു ജോലിയിലൊക്കെ ആക്കി കൊടുത്ത്. പക്ഷെ ഓൻ ആദ്യം പറഞ്ഞ് ഞാൻ 10 വർഷത്തിലധികം നിൽക്കൂല എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വന്നത് വാപ്പാക്ക് ഇഷ്ടായില്ല. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. പിന്നെ വാപ്പ അവന് സംസാരം ഉണ്ടായപ്പോ ഞാൻ ഇനി മാപ്പ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ എല്ലാരും കൂടി, നാട്ടുകാരും വീട്ടുകാരും കുടുംബമൊക്കെ കൂടി എന്നിട്ടും ഞാൻ മാപ്പ് കൊടുക്കൂല എന്ന് തന്നെ പറഞ്ഞു. അവസാനം പിന്നെ ഓനും വിട്ട്. ഓന് കുറെ ഓനക്ക് അറിയുന്ന കുറെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഖുർആൻ ഓതുക, അതാണ് ഞങ്ങളെ ഉണ്ടായിരുന്ന ശൈലി. ഓനും ഞാനും അവന്റെ ഭാര്യയൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. പാപ്പാനോട് എന്തേലും പറയും ഞാൻ എല്ലാവരും തന്നെ ഈ ഭാഗത്ത് എടുക്കണ്ട്, എനിക്കത് മതി എന്നാ പറയാം. പിന്നെ ഞങ്ങള് വിട്ട് ഇപ്പൊ ചെയ്യട്ടെ. എന്താ അറിയില്ല, ഇപ്പൊ ഞാൻ EFT വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ നവംബറിലാണല്ലോ, ഇപ്പൊ 4-5 മാസമായിട്ട് മൂപ്പരെന്നെ സ്വയം മാറി മക്കളോടും
ഓനോടൊക്കെ വലിയ സന്തോഷായി. അത് ഞാൻ ഈ തോന്നുന്നു EFTന്റെ ഗുണാണെന്നാണ് എന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നല്ല സന്തോഷായി. ഓന് ഗൾഫ് ഒഴിവാക്കി വന്നെങ്കിൽ നല്ല ശമ്പളമൊക്കെ ആയിരുന്നു. പക്ഷെ അവൻ അത് ഒഴിവാക്കി വന്നെങ്കിൽ ഓന്റെ കാര്യം നോക്കണ്ട. ഒപ്പം ലക്ഷദ്വീപിലാണ്, അവിടെ IT തന്നെയാണ് അവന്. അവിടെ ബിസിനസ്സും ഉണ്ട്, മൊബൈൽ കടയൊക്കെ അതും ഉണ്ട്. നല്ല നല്ല ഇതിൽ തന്നെയാണ് ഓന് കഴിയുന്നത്. നല്ല എന്റെ മക്കൾ നല്ല മക്കളല്ല, മതപരമായിട്ട് നല്ല വിവരമുണ്ട്. എനിക്കറിയാത്ത അവര് പറഞ്ഞു തരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടിലുണ്ടായി. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതിന്റെ ഗ്രൂപ്പിൽ പോലും പറഞ്ഞിട്ടില്ല. സാറിനോടാ പറയേണ്ടതെന്ന് എനിക്ക് ആദ്യം തോന്നി. എന്റെ മക്കളോടും ഓന്റെ മക്കളോടും ഒക്കെ നല്ല നല്ല ഇതിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സമാധാനം ഞാൻ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് സാറിന് എന്റെ തന്നെ എനിക്ക് പറയണം എന്നുള്ള ആ ഒരു സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞറിയിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് എല്ലാവരും EFTയിൽ ഒരു വീട്ടിൽ ഒരു ആളെങ്കിലും വരണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ ആ കുടുംബം തന്നെ നന്നാവും. അതുപോലെ പ്രാർത്ഥന എന്നോടെപ്പോഴും എന്റെ ക്ലാസ് കേൾക്കലുണ്ട് മൂപ്പര്. വിട്ടുനിന്നിട്ടായാലും പ്രാക്ടീസും ചെയ്യും. അപ്പൊ എന്നോട് പറയണ മൂപ്പര്, ഞാൻ ക്ലാസ് കേട്ട് നന്നായി, ഈ എപ്പോഴും നന്നായിട്ടില്ല എന്ന് എന്നോട് പറയാം. എന്നാലും എനിക്ക് സമാധാനം ആയിക്കോട്ടെ എന്ന് പറയുള്ളൂ. മൂപ്പര് തന്നെ പറയും ഞാൻ നന്നായി. അധികം ഒരുമ ഗ്രൂപ്പിലെ ക്ലാസ് രാത്രി മുഴുവനും കേൾക്കും വിട്ടിരുന്നുങ്ങാണ്ട്. അവൻ പറയും ഞാൻ ആ ക്ലാസ് ഒക്കെ കേട്ട് നന്നായി, നിജാണ് ഇപ്പോഴും നന്നാവാത്തതെന്ന് എന്നോട് പറയാം. എന്നാലും എനിക്ക് സമാധാനം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നല്ല സമാധാനം ഉണ്ട് വീട്ടില്. അത് എത്രയോ കാലമായിട്ട് ഞങ്ങൾക്കൊരു തമ്മിലൊരു മിണ്ടാതൊരു വീട്ടിൽ നടക്കാറുണ്ട്. അതൊരു പ്രശ്നമല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് അതൊന്നുമില്ല. എന്ത് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണല്ലോ അവനോടും ചോദിക്കും, ഭാര്യനോടും ചോദിക്കും. ഒക്കെ നല്ല ഇതില്ല. മരുമോളും നല്ലൊരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അതെല്ലാം സഹകരിച്ച് പോകണം. അവളെ ഒരു എഞ്ചിനീയറാണ്, പക്ഷെ ജോലിക്കൊന്നും പോകണില്ല. കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികളെ നോക്കാൻ നിൽക്കുക. അപ്പൊ അങ്ങനെ അതിലും എനിക്കിപ്പോ നല്ല സന്തോഷമായി ആ ഒരു കാര്യം. അത് EFT വന്നതുകൊണ്ട് തന്നെ, ആ പ്രാർത്ഥന കൊണ്ടും. അതുകൊണ്ടാണ് ഞാൻ കഴിയണോ എല്ലാവർക്കും ആയിഷാത്ത പറഞ്ഞ മാതിരി ഫർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ ഓർമ്മ വരുന്നൊക്കെ ഞാൻ മൂപ്പർക്കും ഫർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ രക്ഷപ്പെട്ടത് ഞാനെന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തിനോടും നന്ദി പറയണേ, EFT ഗുരു റഫീഖ് സാറിനോടും ഞാൻ നന്ദി പറയണേ. അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. താങ്ക്സ്. സുഹൃത്ത, വലിയ സന്തോഷം കേട്ടോ. ഒന്ന് ചുരുക്കി പറ, നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആസിഫ് ആരാണ് പറയുന്നത്? സൈനബ, പിന്നെ ആരായിരുന്നു? ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യരുത് കേട്ടോ, ദയവേത്. ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ്. അടുത്ത ദിവസം ബാക്കിയുള്ളവർക്ക് പറയൂ. ആസിഫ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖം? സുഖമായി പോകുന്നു. ഓക്കെ ഓക്കെ. പിന്നെ സാറേ, എനിക്ക് ആഗ്രഹമുള്ള എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ EFT വന്നതിന് ശേഷം എനിക്ക് എന്റെ കുറെ ഫ്രണ്ട്സിലൊക്കെ പോയിരുന്നു. അവർക്ക് ഇപ്പൊ തിരിച്ചു വരാൻ വിളിക്കാൻ തുടങ്ങിയെന്നെ. സാറിന് ഒപ്പിച്ചാത്തിന്റെ ഇതൊക്കെ ഉണ്ടോ? ഡൗട്ട് അന്ന് ചോദിക്കുന്നുണ്ടേ സാറോട്. അന്ന് 5000 ബിസിനസ് 7000 കിട്ടിയല്ലോ. എന്താണ് ഇന്ന് രാവിലെ 6 വിളിക്കുന്നു എന്നെ. എന്റെ ഫ്രണ്ട്സിനെ എനിക്ക് ഭയങ്കര മിസ്സിങ്ങനാവും. അവന് 6 മണിക്ക് അവനെ വിളിക്കുന്നു ഇന്ന് രാവിലെ. സുബഹിസ്കാരം കഴിഞ്ഞ് സാറിന് മെഡിറ്റേഷൻ കഴിഞ്ഞു അപ്പണ്ട് വിളിക്കും ഒരു കൂടായിരുന്നു. ഞാൻ മെഡിറ്റേഷനിൽ പറഞ്ഞു കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു സംഗതി പറഞ്ഞു. എനിക്ക് അവനെ മിസ് ചെയ്തിരുന്നു. അവൻ 6 മണിക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ സാറിനോട് പറയാക്കാൻ വയ്യ. അതുകൊണ്ട് സാറിനോട് നേരിട്ട് പറഞ്ഞ് വന്നതിപ്പോ സാറിന് ഞാൻ അന്നെ വിചാരിച്ചു സാർ ഇതെന്താ എനിക്കൊന്നും മനസ്സിലായില്ല. അത് 5000 കച്ചവടം ഇവനപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എന്റെ രണ്ടാമത്തെ അനുഭവമാണ് ഇനി കുറെ ഗോൾ സെക്യൂരിറ്റി ചിക്കൻ അതൊക്കെ നേടണം. സാർ എന്തായാലും എനിക്ക് സാറിന് വേണ്ടി ഞാൻ പ്രവർത്തി, സാർ എനിക്ക് വേണ്ടി എന്താണ് പ്രവർത്തിക്കണം. എന്തായാലും ഒക്കെ നേടണമുണ്ട്. വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻ, വലിയ സന്തോഷം. ആസിഫ് കോഴ്സിൽ ജോയിൻ ചെയ്ത് തുടക്കം തന്നെ ഞെട്ടിയ ഒരാളാണ്. ഫീസ് അടച്ചപ്പോ തന്നെ അത്ഭുതം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരാളാട്ടോ. ഫീസ് അടച്ചപ്പോ തന്നെ ഒരു അത്ഭുതം ഉണ്ടായി, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അങ്ങനത്തെ ചില അനുഭവങ്ങളും കൂടെ നമ്മുടെ ആ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് സ്ട്രെസ് റിലീഫ് പ്രോഗ്രാം സ്ഥിരം അറ്റൻഡ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് തുടക്കം മുതൽ തന്നെ കിട്ടി. അതിന് ഫൈനാൻസിലാണ് വലിയ മാറ്റം ഉണ്ടായതെന്ന് അറിയിച്ചിരുന്നു. ഏതായാലും വലിയ സന്തോഷം കേട്ടോ, ക്ലാസ് കേട്ട് ഇത്രയും നല്ല മാറ്റം ഉണ്ടാക്കി എന്ന് അറിയുമ്പോൾ. സൈനബ, പെട്ടെന്ന് പറയൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഗുഡ് മോർണിംഗ്. പിന്നെന്താ, കൊറേ മാറ്റങ്ങളുണ്ട്. പിന്നെ EFT പിന്നെ 31 വെച്ചുള്ളതാണ് ഞാന് സൗലത്ത് മേഡന്റെ PCA. പിന്നെ ഞാൻ ഒരാഴ്ച ഉണ്ടല്ലോ ഇനി അഡ്വാൻസിന് ചോരാന്, സാറിനെ നേരിട്ട് കാണാം, എല്ലാം ശരിക്ക് കണ്ടു പറയാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറെ മാറ്റങ്ങളുണ്ട്. എന്നാലും
ഇനി മെഡിസിൻ നിർത്താൻ പറ്റിയില്ല, സാറിനെ കണ്ടിട്ട് അഡ്വാൻസ് കഴിഞ്ഞിട്ട് നിർത്താന്നാണ്. മരവിപ്പ്, തരിപ്പ്, കുറെ മാറ്റങ്ങളുണ്ട്. പിന്നെ എനിക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് അതില് ആർട്ടിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടായി. ഇപ്പൊ ആ വേദന ഒന്നും ഇല്ല, ടെൻഷനും കൊണ്ടാവും. കഴിഞ്ഞാലുണ്ടായി. ഇപ്പൊ ആ വേദന പ്രാക്ടീസിലൂടെ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അത്ര ടെൻഷൻ കുറെ മാറ്റമുണ്ട് EFT വന്നാല്. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു അതിൽ പൊയ്ക്കുന്ന കുറെ മാറ്റം ഉണ്ടായിരുന്നു, അസുഖങ്ങളൊക്കെ മാറി വെച്ചെന്ന് പറഞ്ഞാട്ട് ഇന്നിപ്പം ഗൾഫിൽ പോയി പൈസൊക്കെ തിന്ന്. നല്ല വിശ്വാസമാണ് മൂപ്പർക്ക്. കുറെ കാശ് എനിക്ക് ഇടിച്ചു തള്ളീന്, എന്നാൽ ഞാൻ അതും കൂടി ചെയ്താളാ കുറെ മാറ്റം എനിക്ക് വിശ്വാസമല്ലേ. അതിന് വിശ്വാസം ഉണ്ട്, വിശ്വാസം ഇല്ലായില്ല. അപ്പൊ സാറിനെ നേരിട്ട് കണ്ടിട്ട് പൂർണ്ണമായിട്ടും മാറും എന്നുള്ള വിശ്വാസമാണ് എന്റെ അടുത്ത്. കുറെ മാറ്റം ഉണ്ടാക്കിയെന്ന് ഞാന് സാറിന്. പിന്നെ ഞാന് കാവനൂര് തന്നെ, സാറ് കാവനൂര് തന്നെ, കാണാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ അടുത്ത് തന്നെയാണ്. എന്റെ മോൻ നിങ്ങളെ കാണലുണ്ട്, കേരള വേക്കലിന്റെ മുന്നിലൊക്കെ കാറിലിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും ചിലപ്പം. ഭർത്താവും പറയും ഇങ്ങനെ അവനൂരുണ്ടായിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ലാന്ന് പറയും. കുറെ മെഡിസിനും വില കുറെ കഴിച്ചു, കുറെ പൈസ ചെലവാക്കണ്ടില്ലേ ഇത് അറിഞ്ഞോണ്ട് എന്ന് പറഞ്ഞു. അടുത്ത് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് അതിന്റെ അല്ലേ. അപ്പോ എല്ലാവർക്കും ഇനിയും ഒരുപാട് അത്ഭുതകരമായുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരാൾ കൂടെ ഹാൻഡ് റൈസ് കാണുന്നുണ്ട്, പേര് കാണുന്നില്ല, നമ്പർ കാണുന്നുണ്ട്. ഓക്കെ, 053405 കാണുന്നുണ്ട്. സംസാരിക്കുന്നുണ്ടോ? ആരാണ്? പറയുന്നുണ്ടോ? 29 വയസ്സ്. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ആളാണ്. മുട്ടുവേദനയായിട്ട് വന്നതായിരുന്നു. എനിക്ക് ബാക്ക് പെയിൻ സാറിന്റെ 4 ദിവസം മൂവിലെത്തിക്കിന്റെ അതില് ആഴ്ച മരുന്ന് വെച്ചിട്ടും കൂടി മാറാത്ത വേദന ആ മൂവിലെത്തിക്കിൽ എനിക്ക് മാറി. വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് വന്നത്. അന്ന് വലിയ പോലെ ആഴ്ച മരുന്ന് വെച്ചിട്ട് സാധാരണ മാറിക്കൊണ്ട് വിചാരിച്ചു. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യും. അന്നത്തെ മൊബൈലെത്തിക്കല് പറ്റാണ്ട് മാറി. ഇപ്പൊ ആ വേദന ഇല്ല, പുറം വേദന. ആ സന്തോഷം സാറിന് ഒന്നും പറയാനും വേണ്ടിയാണ്. ഓക്കെ, മൂവി ടെക്നിക്കിലൂടെ പുറം വേദന പൂർണ്ണമായിട്ട് മാറി എന്നുള്ള സന്തോഷമാണ് അറിയിച്ചത്. നിങ്ങളെ ശബ്ദം ഇടയ്ക്കൊന്ന് എന്തോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, പ്രാക്ടീസ് തുടരുക. ഇനിയും ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതിന്റെ നസീർ എന്താ ഹാൻഡ് റൈസ് ചെയ്തപ്പോൾ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഇനി അടുത്ത ദിവസം എല്ലാവരും പങ്കെടുക്കുക. ഇനിയും കോഴ്സിൽ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു ദിവസമെങ്കിലും നേരത്തെ വന്നാൽ അത്രയും സമാധാനം ഉണ്ടാവും കേട്ടോ. ഞാൻ തന്നെ കോഴ്സിലേക്ക് വന്ന് ലേറ്റ് ആയത് 2014 ഞാൻ EFT പഠിക്കുന്നത്. എൻ്റെ ഗുരുവിടെ EFT 2010 തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയാൻ തന്നെ 4 കൊല്ലം അന്ന് വൈകിയിട്ടുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചാണ് ഞാൻ 4 കൊല്ലം വൈകിയല്ലോ എന്ന്. അപ്പൊ നിങ്ങളൊക്കെ എത്ര വൈകിയെന്ന് ആലോചിക്കാം. ഞാൻ തന്നെ 4 കൊല്ലം വൈകിട്ടാണ് EFTയിൽ വന്നത്. അപ്പൊ അന്നത്ര നമ്മൾ എത്രത്തോളം വൈകി പോകുന്നതിന് ഇത്തരം കാര്യങ്ങൾ അറിയാനെന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പഠിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട്. മാക്സിമം എന്ത് ചെയ്യുക, ഇത് പഠിക്കുക, ആളുകൾക്ക് എത്തിക്കുക. എല്ലാവരുടെയും ലൈഫിലും ഒരുപാട് അത്ഭുതകരമായുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Have a great day. Thank you so much. ശുഭദിനം. Bye. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. See you. Thank you, sir. എല്ലാവിധ Thank you, sir. ഐശ്വര്യങ്ങളും Thank you. Thank you so much, sir. Thank you. Thank you, sir. Thank you. Thank you, sir.